കുറഞ്ഞിക്കുളങ്ങ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി അസൈൻകുട്ടി, ഭാര്യ ആയിഷ, മൂത്ത മകൾ അസ്ന, ഫസ്ന, ഷഫ്ന, ജിഷാന. 3 മക്കള്, അവരുടെ ഭർത്താവ് മെഹബൂബ്, ഷബീർ, ഷഫീഖ് പുതിയ അംഗമാണ്. രണ്ടാമത് മറിയത്താത്ത, ഞങ്ങളുടെ കാരണ മൂത്തമ്മ, മൂത്ത മകൻ നജീബ്, മാമ്പി, ഭർത്താവ് മജീദ് ക സ്ഥലത്തെത്തിയിട്ടില്ല. നജീബിന്റെ ഭാര്യ ഹൈറുന്നീസ. നജീബിന് 4 മക്കൾ. വലിയ ആള് നിഹാല് ബിടെക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് നജാദ് +2 വിദ്യാർത്ഥിയാണ്. മൂന്നാമത്തെ ആള് നബീഹ് സുൽത്താൻ 9th പഠിക്കുന്നു. 4ാമത്തെ മോള് ആയിഷ നദിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്തത് സഫിയ മാമ്പി. എൻ്റെ പേര് സബീന, എൻ്റെ ഭർത്താവ് ഷെരീഫ്, ഷിബില, നർഗീസ്, ഷഫ്വാൻ. 2 കുട്ടികളാണ്. ഒരു പേരക്കുട്ടിയുണ്ട്, യുവാൻ ഐദീൻ. മോളെ ഹസ്ബൻഡ് ഖത്തറിലാണ്, അസദുൽ ഇസ്ലാം പേര്. അടുത്തത് സഫിയ തിരുവമ്പാടി. സഫിയ തിരുവമ്പാടി, സാനി, റിയാസ്, സിറാജ്. 3 ആൺകുട്ടികളാണ്, പെൺകുട്ടികളൊന്നുമില്ല. മരുമക്കള് ജസ്ന, തസ്കീന, റുക്സാന, ഭർത്താവ് മുഹമ്മദ്. അടുത്തത് മൂത്ത മകൻ മുഹമ്മദ് ഫാസിൽ, ഞാൻ തന്നെ. ഫാസിൽ, ഫസ്ന, എൻ്റെ ഭാര്യ ഷാഹിദിയ, 3 മക്കള് നഷ്വ, നാസ്മി, നഹാൻ. ഫസ്നക്ക് 3 മക്കള് നഹാൻ, അലി ഫൈസാൻ, ഇഷു, ദിവാൻ. ഭർത്താവിൻ്റെ പേര് ഷമീർ, ലാസ്റ്റ് നിൽക്കുന്നു. പിന്നെ അടുത്തതായി ആലിക്കുഞ്ഞിക്ക. എൻ്റെ പേര് ആലിക്കുഞ്ഞി. എനിക്ക് 3 മക്കള്. ഒരാൾ പ്രസവിച്ച് കിടക്കുകയാണ്, ഇവിടേക്ക് വന്നില്ല. പിന്നെ 2 മൂത്ത മകന് എവിടെ പുറത്താണ്, ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ 2ാമത്തെ മകൻ പഠിക്കുകയാണ്. വൈഫ് സാജിദ. അടുത്തതായി സലാം കേക്ക്. ഡോൺ അലിഖാന്റെ കഥയിലെ മുഖ്യ കഥാപാത്രം. അലിഖ ഇവിടുന്ന് സ്ഥലപ്പെട്ടായി അല്ല പണി കൊടുക്കുകയാണ്. എൻ്റെ പേര് അഷ്റഫ്, എൻ്റെ ഭാര്യ മുംതാസ്. മോന് ഗൾഫിലാണ്, സൗദി റിയാദിലാണ്. ഷഹൽ. പിന്നെ 2ാമത്തെ മോള് ഷഹല, അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തത് ഒരു ചെറിയ മോനെ ആടിയിരിക്കുന്നത്, മോൻ 5ാം ക്ലാസ്സിലാണ്. ഷഹദ് 4ാം ക്ലാസ്സിൽ. ഇതാ ഒരു പൊടി ഇതാ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. സിയ, പേരൊന്നും അറിയില്ല, എന്തെങ്കിലുമൊക്കെ വിളിക്കില്ല. അസ്സലാമു അലൈക്കും. അടുത്തത് സലാം. അസ്സലാമു അലൈക്കും. എനിക്ക് 3 കുട്ടികളാണ്. മോള് ഇതാ തൈനിയ ജബിൻ, ഇവിടെ ബാംഗ്ലൂർ പഠിക്കുകയാണ്. പിന്നെ മോന് +1. പിന്നെ മുമ്പിലിരിക്കുന്നത് MS പഠിക്കുന്ന 6ാം ക്ലാസ് പഠിക്കുന്ന 3 കുട്ടികളാണ്. വൈഫ് ജഷീന, കുന്നമംഗലം. ഇനി കുട്ടിമോളാണ്, എൻ്റെ അമ്മയാണ്. പിന്നെ കുട്ടിമോളുടെ കയ്യൊന്ന് ഒന്നിച്ചാണ്. യെസ്. അപ്പോൾ മൂത്ത മോന് ഞാനാണ്. എൻ്റെ പേര് സുഹേൽ എന്നാണ്. ഞങ്ങളോട് പറഞ്ഞ ഞാൻ മാഷാണ്, പള്ളിക്കലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു അനിയത്തിയുണ്ട്. അതുപോലെ ഉപ്പ സൈഡിലുണ്ട്. ഉപ്പാന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഷെയ്ക്കളിനാണ് ഫേമസ്. അല്ലെ, ഷെയ്ക്കളിനെ അറിയാത്തവരാരും ഭാഗത്തുണ്ടാവില്ല. പക്ഷേ ഇൻഡസ്ട്രിയിലാണ്, വർഷങ്ങളായിട്ട് വെൽഡിംഗ് ആണ് പരിപാടി. ഓക്കെ. പിന്നെ ഉള്ളത് പിന്നെ ഒരു അനിയത്തിയുണ്ട്, ഷാദിയ. കുറ്റ്യാടിക്കാണ് കല്യാണം കഴിച്ചത്. ഷാദിയ ചെറിയൊരു ആംബറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ബ്രൈഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഷാദിയുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, ഫാസിലാണ്. അദ്ദേഹത്തിന് കുറ്റ്യാടി ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്, കിഡ്സ്ബറി എന്നാണ് പറയാം. പിന്നെ ഒരു തലതെറിച്ച അനിയനുണ്ട്, ഒന്നിലും ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അവിടെ ബാക്കിലുണ്ട്.
അവന് ഈ പിന്നെ ഇവൻറ്റ്സ് മാനേജ്മെൻറ്റിൻ്റെ പരിപാടിയാണ് ഇപ്പം ഡിഗ്രി MES കഴിഞ്ഞു എന്നാണ് അവൻ പറയണത്. അപ്പോൾ അത്രയാണ് എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. ഭാര്യയുടെ പേര് ഹന്ന മജീദ്, ടീച്ചറാണ്. മകനുണ്ട്, നഴ്സറിയിലെ ലീഡറാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത ആളുകൾ. ഞാൻ സാബിറ പൈമ്പ്ര. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോള് ഷിഫാന ഷെറീൻ, രണ്ടാമത്തെ അബിയ, മൂന്നാമത്തെ ദിയ ഫാത്തിമ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അബൂബക്കറാണ്. എൻ്റെ മരുമകൻ ഫാസിലാണ്, തെങ്ങിൽക്കടവിലാണ്. ഒരു മോളെ കെട്ടിച്ചത് കൊണ്ടോട്ടിയാണ്. നൗഷാദാണ് അവൻ്റെ പേര്, അവൻ ഗൾഫിലാണ്. പേരക്കുട്ടി 2 ആളുണ്ട്, മൂത്ത മക്കളുണ്ട്. പിന്നെ റുവ, ഖദീജ, അവ, മറിയം. ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഷെമീന. എന്നെ വായക്കാട്ടേക്കാണ് കല്യാണം കഴിച്ചത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അബ്ബാസ്. എനിക്ക് 3 കുട്ടികളാണ്. ഹാഷിം മുഹമ്മദ്, അബ്ദുൽ അസീം, ലീസ ഫാത്തിമ. വലിയ ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഡിഗ്രി പഠിക്കുകയാണ്. മോള് 5ാം ക്ലാസ്സിലാണ്. അടുത്ത കുടുംബ സംഗമത്തിൽ ബെൻസ് കാറിൽ വന്നിറങ്ങേണ്ട ആളാണത്. ഇൻഷാ അള്ളാ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പരിചയപ്പെടുത്താൻ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി മൂലം എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3-4 ഭക്ഷണം തന്നൊരു തറവാടാണ് ഈ തെങ്ങുംതോട്ടത്തിൽ. ഒന്ന് നമ്മളെ അമ്മായിൻ്റെ നല്ല ഐസിട്ട നാരങ്ങ വെള്ളം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു പുതുമ ഉണ്ടാവില്ല. എന്നാലും ജീവിതം ഇത്രയായിട്ടും 36 വയസ്സായിട്ടും ആ മാധുര്യം, ആ വെള്ളത്തിൻ്റെ മാധുര്യം ഇപ്പോഴും മറക്കാൻ കഴിയൂല. ആ 2 അമ്മായിമാരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ പഞ്ചസാര കലക്കിയ നാരങ്ങ കലക്കിയ ആ വെള്ളം. രണ്ടാമത് നമ്മുടെ വെല്ലുമിച്ചിൻ്റെ താളും കറി. മുന്തസമ്മായിക്കും ചെറിയൊരു അതിൻ്റെ ഒരു ശാഖ കിട്ടിയിട്ടുണ്ട്. വെല്ലുമിറ്റ് കുറേ കാലം നിന്നതുകൊണ്ട് അറിയില്ല. പിന്നെ മൂന്നാമത്തെ അഷ്റഫ് ഖാൻ്റെ പുറം ബൈക്കുമ്പോൾ കൂടുമ്പോൾ പള്ളിയും കെട്ടിപ്പിടിച്ചെടുക്കുന്ന ഒരു ഫീലിംഗ്. ഇങ്ങനത്തെ കുറേ ഫീലിംഗ് കിട്ടിയ ഒരു തറവാടാണ് തെങ്ങുതോട്ടത്തിൽ തറവാട്. 4ാമത്തെ ആൽപ്പുറമ്പത്തെ മൂത്തമ്മ ആ തുണിൻ്റെ ഇതിൽ കെട്ടിക്കൊണ്ടുവരുന്ന ചില്ലറ പൈസകളും പൂള, പപ്പായ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ, ചേന, ചേമ്പ്, കാക്കര കാണാതെ വെല്ലുമിച്ച് കൊണ്ടുകൊടുക്കായിരുന്നു. അതിട്ട് വെക്കുന്ന ഒരു താളും കറി, മുതമ്മൻ 2 ചീത്ത കേക്കല്, അതൊക്കെ വലിയൊരു അനുഗ്രഹമായി തോന്നുന്ന ഒരു നിമിഷങ്ങൾ കൂടിയാണിത്. അതൊക്കെ അയവിറക്കാൻ കഴിഞ്ഞതിൽ വളരെ സമാധാനമുണ്ട്.